നമസ്കാരം. ഞാനിന്ന് പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഷാജി മഞ്ചരി. സാധാരണ കൗമാരപ്രായത്തിലെ വായനയുടെ തലങ്ങളിലേക്ക് കടക്കുന്ന എല്ലാവരെയും ആവേശം കൊള്ളിക്കുന്ന ചില എഴുത്തുകളുണ്ട്. അത് മിക്കവാറും ഡിറ്റക്റ്റീവ് രചനകളായിരിക്കും, ക്രൈം നോവലുകൾ, ക്രൈം സ്റ്റോറീസ് ആയിരിക്കും. ലോക സാഹിത്യത്തിൽ തന്നെ അഗത ക്രിസ്റ്റിയുടെയും ആർതർ കോനാൻ ഡോയലിൻ്റെയും ബ്രാം സ്റ്റോക്കറുടെയൊക്കെ നോവലുകൾ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടത് ഈ കുറ്റാന്വേഷണ നോവലുകളുടെ ജനപ്രിയതയാണ്. എന്നാൽ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അത്തരം ഫിക്ഷൻ അല്ലെങ്കിൽ ഭാവനാ ലോകത്തിൽ എഴുതിയ കൊലപാതക പരമ്പരയോ അന്വേഷണമോ അല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു കൊലപാതകം, ആ കൊലപാതകത്തിൻ്റെ അന്വേഷണവും അതിൻ്റെ പ്രതിയെ കണ്ടെത്തുന്നതുമായ ഒരു വീഡിയോയാണ്. ഈജിപ്തിനടുത്തുള്ള നൈൽ നദിയുടെ തീരത്തെ ഒരു ഗ്രാമത്തിൽ കഠിനമായ വേനലായി. അപ്പോൾ വേനൽക്കാലമായപ്പോൾ ആളുകൾ അവിടെയുള്ള കിണറുകളൊക്കെ വറ്റിയ അവസ്ഥയിൽ നിന്ന് ഒന്നുകൂടെ കുഴിച്ച് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കിണറിൻ്റെ ആഴം കൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ആളുകൾ അവിടെയുള്ള കിണറുകളൊക്കെ വൃത്തിയാക്കുന്ന അവസരത്തിലാണ് ഒരു കിണറ്റിൽ നിന്ന് ഒരു 3 അസ്ഥികൾ കിട്ടി, ചെറിയ അസ്ഥികൾ. അപ്പോൾ ആ ഗ്രാമവാസികൾ എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ ആ പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസുകാരെ അസ്ഥികൾ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പോലീസുകാർക്കൊരു സംശയം, ഇത് മനുഷ്യൻ്റെയാണോ അതോ വല്ല മൃഗങ്ങളുടെയാണോ? അങ്ങനെ അവർ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം മെഡിക്കോ ലീഗൽ എക്സ്പെർട്ടായിട്ടുള്ള സിഡ്നി സ്മിത്ത് എന്ന് പറയുന്ന പ്രൊഫസറുടെ അരികിലേക്ക് എത്തുകയാണ്. അവർ ഈ അസ്ഥികൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ആരുടെ അസ്ഥി, മനുഷ്യൻ്റെയാണോ മൃഗത്തിൻ്റെയാണോ, എന്താണ് അങ്ങയുടെ നിഗമനം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പല പ്രമാദമായ കേസുകളും കണ്ടെത്തിയിട്ടുള്ള ഒരു മെഡിക്കൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് അദ്ദേഹം ഇത് കയ്യിൽ വാങ്ങി നോക്കി, എന്നിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒന്ന്, ഇതൊരു മനുഷ്യൻ്റെ അസ്ഥിയാണ്. ഈ മനുഷ്യൻ ഒരു സ്ത്രീയാണ്. 22 വയസ്സിനോ 24 വയസ്സിനോ ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. മാത്രമല്ല ഇവർ വയറ്റിൽ വെടിയേറ്റാണ് മരിച്ചിരിക്കുന്നത്. ഇവർ ഒരു വികലാംഗയായ സ്ത്രീ ആയിരിക്കാനാണ് സാധ്യത. ഇത് കേട്ട പോലീസുകാർ ആദ്യം ചിരിക്കുകയാണ് ചെയ്തത്. ഈ ചെറിയ 3 അസ്ഥിയിൽ നിന്ന് ഇത്രയും അധികം കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നു, എങ്കിലും വെറുതെ ഒന്ന് അന്വേഷിച്ച് കളയാം എന്ന് കരുതി അവർ നേരെ ഈ അസ്ഥി കണ്ടെത്തിയ ഗ്രാമത്തിലേക്ക് ചെന്ന് ആ ഗ്രാമത്തിൽ അവർ തിരക്കി. ഇങ്ങനെ ഒരു വികലാംഗയായ സ്ത്രീ ഇവിടെ അടുത്തെവിടെയെങ്കിലും താമസിച്ചിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ അടുത്തൊരു വീട്ടിൽ ഒരു വികലാംഗയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ കുറച്ച് നാളായിട്ട് പുറത്തെങ്ങും കാണുന്നില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അവർ ആ വീട് അന്വേഷിച്ച് ചെന്നു. ആ വീട്ടിൽ പ്രായമായ ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നു. ആ വൃദ്ധൻ്റെ കൂടെ ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. അവർ ആ വൃദ്ധനോട് താങ്കളുടെ മകൾ എവിടെയാണെന്ന് ചോദിച്ചു. ഭർത്താവുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് അച്ഛൻ്റെ കൂടെ വന്ന് താമസിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് അവർ ചോദിച്ചു. ആദ്യമൊക്കെ അയാൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറി അയാൾ പറഞ്ഞു, അവൾ മരിച്ചുപോയി. അവൾ എങ്ങനെയാണ് മരിച്ചത്? വീണ്ടും പോലീസുകാർ ചോദിച്ചു. അയാൾ പറഞ്ഞു, സാധാരണ മരണമായിരുന്നു. അപ്പോൾ വീണ്ടും അവർ ചോദിച്ചു, നിങ്ങൾ വെടിവെച്ചല്ലേ അവരെ കൊന്നത്? ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറി വീണ ആ വൃദ്ധൻ കുറ്റസമ്മതം നടത്തി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു? അയാൾ പറഞ്ഞു, അയാൾക്കൊരു നാടൻ തോക്കുണ്ടായിരുന്നു. ആ നാടൻ തോക്ക് ഒരു ദിവസം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ മകള് വന്ന് അയാളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അറിയാതെ ഇയാളുടെ വിരല് കാഞ്ചിയിലമരുകയും അത് വെടിയായിട്ട് മാറി അവളുടെ വയറ്റിൽ തറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ വെടിവെച്ചു എന്ന് കേസായാൽ പോലീസുകാർ കേസെടുക്കുമെന്നുള്ളതുകൊണ്ട് രഹസ്യമായിട്ട് ആ വെടിയേറ്റ ഭാഗത്ത് മരുന്നൊക്കെ വെച്ച് ഒരാഴ്ചയോളം ആ വീട്ടിൽ തന്നെ അയാൾ അവളെ പരിചരിച്ചു. പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ പരിചരണത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അയാൾ മരിച്ചു.
മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊലപാതകമാണല്ലോ എന്ന് കരുതി ഇയാൾ ആരും അറിയാതിരിക്കുവാനായിട്ട് ഈ മകളെ എടുത്ത് തൊട്ടടുത്തുള്ള പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിടുകയാണ്. അന്ന് ആ കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞാണ് കിണറ്റിൽ വരൾച്ചയുടെ ഭാഗമായിട്ട് തെരച്ചിൽ നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ വരൾച്ചയുടെ ഭാഗമായിട്ട് കിണർ വൃത്തിയാക്കാൻ പോകുന്നു എന്ന് അറിയുന്നത്. ഇയാൾ ഒരു രാത്രി ആരും അറിയാതെ ഒരു ചാക്കുമായിട്ട് കിണറ്റിലിറങ്ങുകയും ആ രാത്രി കിണറ്റിൽ നിന്ന് മുഴുവൻ അസ്ഥികളും വാരി ചാക്കിലാക്കുകയും ആ അസ്ഥി കൊണ്ടുപോയി നൈൽ നദിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ അയാളുടെ കയ്യിൽ കണ്ണിൽപ്പെടാതെ 3 അസ്ഥികൾ കിടന്നിരുന്നു. ആ 3 അസ്ഥികളാണ് ആ ഗ്രാമീണർക്ക് കിട്ടിയത്. അവർ ആ പോലീസുകാരോട് അത് പറയുകയും അങ്ങനെ ആ പോലീസുകാർ നേരെ സിഡ്നി സ്മിത്തിൻ്റെ അരികിൽ ചെല്ലുകയും ഈ അസ്ഥിയുടെ കുറ്റാന്വേഷണ രംഗത്ത് പ്രസിദ്ധനായി തീർന്ന അദ്ദേഹം അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ പ്രതിയിലേക്ക് എത്തുകയും ചെയ്തു. ആ വൃദ്ധൻ കുറ്റസമ്മതം നടത്തി താൻ അറിയാതെയാണ് അവളെ വെടിവെച്ചത് എന്ന് പറഞ്ഞു ആ പ്രതിയിലേക്ക് അവർ എത്തിച്ചേർന്നു. ഇനി പ്രതിയിലേക്ക് എത്തിച്ചേരാൻ ഇടയാക്കിയ ആ സൂക്ഷ്മ നിരീക്ഷണ പാഠവം നടത്തിയ ആളിൻ്റെ പേര് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, സിഡ്നി സ്മിത്ത് എന്നാണ്. ഈജിപ്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ മെഡിക്കൽ സർവീസ് മുഴുവനായിട്ടും നടത്തിയിരുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് 3 സ്മാൾ ബോൺസ് എന്നാണ്. 3 ചെറിയ എല്ലുകൾ അല്ലെങ്കിൽ 3 ചെറിയ അസ്ഥികൾ എന്നാണ്. ആ പുസ്തകത്തിലെ ഒരു വിവരണമാണ് ഈ സംഭവം. പുതിയ കുറ്റാന്വേഷണ കഥകളും അതിൻ്റെ പിന്നാമ്പുറങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും കേൾക്കാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി യഥാർത്ഥ ജീവിതത്തിലെ ഇത്തരം ധാരാളം കുറ്റാന്വേഷണ ചരിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ധാരാളം വായനാനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. വീണ്ടും ഇത്തരത്തിലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. തൽക്കാലം നിർത്തുന്നു. അന്വേഷണങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മെസ്സഞ്ചറിലോ ഒക്കെ അയക്കാവുന്നതാണ്. ഇത് ഒരു വായനാനുഭവം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തൽ മാത്രമാണ്, ചില കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പറ്റാത്തവയുമുണ്ട്. ഏതായാലും ഈ 3 ചെറിയ അസ്ഥികളുടെ കഥ കേൾക്കുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.